നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഫ്രണ്ട് ബാൻഡും ബാക്ക് ഇലാസ്റ്റിക്കും ആയിട്ടുള്ള ഒരു പലാസോ തയ്ച്ചാൽ സൈഡിലൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. വെറുതെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. താഴെ ഇതേപോലെ സ്കാലപ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മീറ്ററിന് 128 രൂപയ്ക്ക് പോപ്പിലിൻ്റെ ക്ലോത്താണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയൊരു ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് പോപ്പിലിൻ്റെ ക്ലോത്ത് ഉണ്ട്. അതാവുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. ഇതിന് പെയർ ചെയ്യാനായിട്ട് ഒരു കുർത്തിയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ 499 രൂപയ്ക്ക്. പലാസോ നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. 2 മീറ്റർ ക്ലോത്താണ് കേട്ടോ ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അത് ഞാൻ ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു അളവ് പലാസോ എടുത്ത് വെച്ചിട്ടുണ്ട്. മുകളിൽ നിന്ന് ഞാൻ ഇതേപോലെ ഒരു 4 ഇഞ്ച് വിട്ടതിന് ശേഷം ഇതേപോലെ സൈഡിലൊക്കെ നമ്മൾക്ക് കൂടുതൽ ക്ലോത്ത് കൊടുത്തതിന് ശേഷം, അതായത് ക്രോച്ചിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് 2 ഇഞ്ചെങ്കിലും സീം അലവൻസ് വിടണം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പലാസോ ചെയ്യാം. അല്ലാതെ നമ്മൾക്ക് എങ്ങനെയാണ് സാധാരണ ഹിപ്പ് വണ്ണം ഹരണം 4+2. ഞാനിപ്പോൾ എനിക്കിപ്പോൾ 11.5 എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 12.5 ഞാനിവിടെ ഇതിൻ്റെ വിട്ടെടുത്തിരിക്കുന്നത്. 4 ആക്കി മടക്കിയിട്ടതിന് ശേഷം 4 ഇഞ്ച് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ മടക്കി വെക്കുമ്പോൾ നമുക്കതിനകത്ത് 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ചെയ്യാൻ പറ്റും. ഇനി അവിടെ നിന്ന് നമ്മൾക്ക് താഴേക്ക് ഇലാസ്റ്റിക്കിൻ്റെ 1.5 ഇഞ്ച് മൈനസ് ചെയ്തതിന് ശേഷം ആ ഭാഗത്തു നിന്നാണ് നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിക്കണം. 1 ഇഞ്ചാണ് നമ്മളുടെ ഇലാസ്റ്റിക്കിൻ്റെ അളവെങ്കിൽ 1 ഇഞ്ച് മൈനസ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് 35 ഇഞ്ചോ 36 ഇഞ്ചോ അടയാളപ്പെടുത്താനായിട്ട്. നമുക്കിന്ന് പലാസോൻ്റെ അളവുകളെല്ലാം ഇമ്പോർട്ടൻറ്റ്. അതിൽ ബാൻഡ് എങ്ങനെ ഘടിപ്പിക്കും എന്നുള്ളതാണ്. ബാൻഡ് ഭയങ്കര ടഫാണെന്നൊക്കെ ഓരോരുത്തർ പറയണ കേട്ട്. പക്ഷെ ഞാൻ വളരെ ഈസി ആയിട്ടാണ് ഈ ബാൻഡ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ക്രോച്ച് ലെങ്ത് ഒക്കെ അടിച്ചതിന് ശേഷം ഉണ്ടാ ഞാനിവിടെ താഴെ സ്കാലപ്പ് ഡിസൈൻ കൊടുക്കുന്നത്. സ്കാലപ്പ് ഡിസൈൻ കൊടുത്തതിന് ശേഷമാണ് ഞാൻ ബാൻഡ് സ്റ്റിച്ച് ചെയ്യണത്. കാരണം നമുക്ക് ലെങ്ത്ത് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇത് സ്കാലപ്പൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. സ്കാലപ്പ് ചെയ്യുന്ന വീഡിയോയും ഇതേപോലെ പാൻറ്റിൻ്റെയൊക്കെ അളവുകളുടെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒന്ന് ചാനലിൽ കയറി നോക്കിയാൽ മതി. ബാൻഡിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഒരു 4 ഇഞ്ച് മടക്കി അടിച്ചതിന് ശേഷമാണ് നമ്മളിവിടെ ഇലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാൻ പോണത്. ഇത് ഫ്രണ്ട് സൈഡാണ്. ഫ്രണ്ട് സൈഡ് ഇതേപോലെ മടക്കിയിടുക. എങ്ങനെ മടക്കിയിടുക എന്ന് വെച്ചാൽ നമ്മൾ ഇലാസ്റ്റിക് എങ്ങനെയാണോ ഇരിക്കുന്നത് അത് ഇതേപോലെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് മടക്കി നോക്കുക. അപ്പോൾ അത്രയും കറക്റ്റായിട്ട് നമുക്ക് വിട്ട് കിട്ടൂലേ. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് നമുക്ക് ഫ്രണ്ടിൽ 15 ഇഞ്ചിൻ്റെ ബാൻഡാണ് ഇവിടെ പിടിപ്പിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് 7.5 ഇഞ്ച് അവിടെ നിന്നും 7.5 ഇഞ്ച് ഇവിടെ നിന്നും നമുക്ക് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാൻ പറ്റും. നമ്മളുടെ വേസ്റ്റിൻ്റെ ഒരു പകുതിയൊക്കെ എടുത്താൽ മതി കേട്ടോ ഇതേപോലെ ബാൻഡാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അതിൻ്റെ പകുതിയിൽ നിന്നും കുറച്ചും കൂടി കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. എനിക്കിവിടെ 15 ഇഞ്ചുള്ള ഒരു ഫ്രണ്ട് വേസ്റ്റ് മതി എന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കിയെല്ലാം ഞാൻ ഇലാസ്റ്റിക് ഇടാൻ പോവുകയാണ്. ഇലാസ്റ്റിക്കിൻ്റെ അളവും ഇതേപോലെ തന്നെ നമ്മളുടെ വേസ്റ്റിൻ്റെ അളവിൽ നിന്നും പകുതിയാക്കുക. അതിൻ്റെ ഒരു 2 ഇഞ്ചൊക്കെ കുറച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 15 ഇഞ്ചാണ് അതും ഞാൻ എടുത്തിരിക്കണം കേട്ടോ. ഇലാസ്റ്റിക് വേണമെങ്കിൽ ഒരു 15.5 എടുക്കാം. 2 സൈഡിലും 4 ഇഞ്ച് വീതം അടിക്കാനായിട്ട് ഒരു 15.5 വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇനി അത് ഇതിൻ്റെ സൈഡിൽ ഫുൾ ലെങ്ത്തിൽ ഇത് പിടിപ്പിക്കുകയും ചെയ്യും. ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ബാൻഡും പിടിപ്പിക്കും. അപ്പോൾ ബാൻഡിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ 15 ഇഞ്ചിൽ 1.5 ഇഞ്ചിൻ്റെ ഇതേപോലെ കോളർ സ്ട്രിപ്പ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് നമ്മളത് അയൺ ചെയ്ത് പിടിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡിലാണ് അത് അയൺ ചെയ്ത് പിടിപ്പിക്കേണ്ടത്. മനസ്സിലായല്ല, കണ്ടില്ലേ? ഞാൻ പാൻറ്റ് മറിച്ചിട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിലാണ് ഇതിൻ്റെ ഫിനിഷിങ് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് അപ്പുറത്തെ സൈഡിലേക്ക് വെച്ച് നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നത്. കണ്ടില്ലേ? ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ഇവിടെ നിന്ന് ഈ 15 ഇഞ്ച് നമ്മൾക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഞാനവിടെ 15 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഇടയിലേക്ക് ഇതേപോലെ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാം. ഒരു 4 ഇഞ്ച് മാത്രം ഇതേപോലെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നമുക്ക് അവിടെ ഇതേപോലെ അടിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും 4 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സാധാരണ ഇലാസ്റ്റിക് എങ്ങനെയാണോ നമ്മൾ പിടിപ്പിക്കുന്നത് അതേപോലെ വലിച്ച് 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 പതുക്കെ ഇതേപോലെ അടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുമെന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്ത് കൊടുക്കണമെങ്കിൽ 2 സൈഡ് അടിച്ചിട്ട് ഇതേപോലെ അടിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇലാസ്റ്റിക് ഉള്ളിൽ നിന്നും വലിച്ച് പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇതേപോലെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? അവസാനം വരെ വരുന്നപ്പോൾ വരെ എനിക്ക് ഒരു ചുളിവില്ലാത്ത രൂപത്തിൽ ഇലാസ്റ്റിക് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതേപോലെ നല്ല രീതിയിലൊന്ന് വലിച്ചാൽ ചുളിവുകളൊക്കെ ഈക്വലായിട്ട് നമുക്ക് കിട്ടും. ഫ്രണ്ടിൽ കണ്ടില്ലേ നല്ല ഫിനിഷിങ്ങോടുകൂടി തന്നെ ബാൻഡ് കിട്ടിയിട്ടില്ലേ? ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2-3 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു സ്റ്റിച്ചേ ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നല്ല രീതിയിൽ ലോക്ക് ഇട്ട് അടിച്ചതിന് ശേഷം ഇതേപോലെ വലിച്ചു വെച്ചിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫിനിഷിംഗ് ആയിട്ടുള്ള ഇലാസ്റ്റിക് ബാൻഡ് കിട്ടും. കണ്ടില്ലേ? ഇതേപോലെ ഫ്രണ്ടിൽ നല്ല ബാൻഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ടായിരിക്കുമല്ലോ നമ്മുടെ പാൻറ്റ് നമുക്ക് വെയർ ചെയ്യുമ്പോൾ ഫ്രണ്ടൊക്കെ ഇരിക്കുന്നത്. സൈഡൊന്നും കട്ട് ചെയ്യാതെ ഇതേപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് പലാസോ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായല്ല? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇതിന് ഞാൻ സൈഡ് കട്ട് ചെയ്യാത്ത കാരണം പോക്കറ്റ് വെച്ചിട്ടില്ല. പോക്കറ്റ് വെച്ച പലാസോൻ്റെ ഒക്കെ വീഡിയോ ചാനലിൽ കിടപ്പിട്ട് കയറി നോക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഇത്ര നേരം കണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടെ. ഇതേപോലുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ.